വരുന്നില്ലെന്ന്. വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ? ഇല്ല. പോവാം അമ്മ. വാ. അമ്മ കേറിക്കോ. തിരയാളും കടലാഴം ഒരു വീണലായണയേ തണലേകും പ്രിയരാഗം മൊഴി തേടി നിവിടെ ഒരു തീരാനോണരുന്നു അറിയാതെ എന്നരികെ മിഴിനീരിൻ പൂതിരുന്നു പറയാതെ എന്നരികെ മോനെ, എടാ കണ്ണു തുറക്കടാ. ദേ, ഇതാരൊക്കെ വന്നിരിക്കുന്നേ നോക്കി. ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണമെന്ന് അറിയില്ലേ ശരത്തേട്ട? ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ നട്ടൂരി പോകുന്നത് ശരത്ത് എങ്ങനെ മനസ്സിലാക്കാനാ നിത്യ? ഭാഗ്യം കൊണ്ടാ ജീവൻ തിരിച്ചു കിട്ടിയത്. റോഡിൽ വീണപ്പോ വല്ല വണ്ടിയും വന്ന് കയറിയിരുന്നെങ്കിലും. അയ്യോ, അങ്ങനെയൊന്നും പറയില്ലേ മനോഹരേട്ട. പരിക്കേറ്റ് കിടക്കുന്ന ഒരാളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അല്ല, രക്ഷപ്പെട്ടല്ലോ. അതിന്റെ ഒരു സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാ. മോന് വേദനയുണ്ടോ? അതേ ഉള്ളമ്മേ. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും നല്ല വേദന. ശരീരം ഒടിഞ്ഞു നുറുങ്ങുന്ന പോലെ തോന്നുക. അനങ്ങാതെ കിടന്നാ മതി, അപ്പൊ വേദന തോന്നില്ല ശരത്തേട്ടാ. കാലിനൊരു ഒടിവുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതൊരു കുഴപ്പമില്ലേ?
എന്റെ മോനെ എത്ര ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും? എന്ത് ചെയ്യാനാ അമ്മേ, സംഭവിച്ചു പോയില്ലേ. സാരില്ല, ഇതൊരു മുന്നറിയിപ്പായിട്ട് എടുത്താൽ മതി. മുന്നറിയിപ്പോ? അതെ. അല്ല, ഇനി വണ്ടി ഓടിക്കുമ്പോഴേ എല്ലാം ചെക്ക് ചെയ്തിട്ടേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂന്ന്. നട്ടും ബോൾട്ടും ഒക്കെ എപ്പോ വേണമെങ്കിലും ഇളകി പോവാലോ അമ്മേ. അതിനിയും സംഭവിക്കാം. അങ്ങനെ നടക്കാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞത് ശരിയാ ശരത്ത് മോനെ. ഞാൻ ശ്രദ്ധിച്ചോളാം. ഉപദേശത്തിന് നന്ദിയുണ്ട്. താങ്ക് യു. എന്നാ നമുക്ക് പുറത്തേക്ക് നിൽക്കാം. ശരത്ത് മോനെ, കുറച്ച് കാറ്റ് കിട്ടിക്കോട്ടെ. മോനെ, മോൻ രണ്ടാം ജന്മം ഇതൊന്ന് കരുതിയാൽ മതി. വാ, എല്ലാരും വാ വാ. അമ്മ നിനക്ക് നട്ട്സ് ഇഷ്ടാണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അറുക്കാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഒരുങ്ങിക്കോ മരിക്കാൻ. ഇനി അധികകാലം നീ ജീവിച്ചിരിക്കില്ല. സാരില്ല, ഇതൊരു മുന്നറിയിപ്പായിട്ട് എടുത്താൽ മതി. അതെ, ഇന്ന് അമ്പലത്തിലൊന്ന് പോണം. നിങ്ങൾ വരുന്നുണ്ടോ? പെട്ടെന്നെന്ത് പറ്റി? എല്ലാവരുടെയും പേരിൽ ഒരു വഴിപാട് കഴിപ്പിക്കണം. ദൈവാനുഗ്രഹം ഇല്ലാത്തോണ്ടേ ഇനി ഇവിടെ ആർക്കും ഒരു അപകടവും പറ്റണ്ട. അപകടവും? ആ അതെ, അപകടം. ദേവികയുടെ കല്യാണം ആലോചിച്ചതേ ഉള്ളൂ. ആ വീട്ടിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാലോ. നിൽക്കുന്ന വീട്ടിൽ അങ്ങനെയാണെങ്കിലേ കെട്ടിക്കേറി വരുന്ന വീട്ടിൽ എന്തായിരിക്കും? എന്താ ചേച്ചിയമ്മ ഇത്? ശരത്തിന് അപകടം പറ്റിയതില് ദേവിക ചേച്ചി എന്ത് പഴിച്ചു? മോക്കറിയില്ല. പറയുമ്പോ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയാണെന്നൊക്കെ പറയും. താലി കെട്ടിയപ്പോ തന്നെ സുധി ഒരു അപകടത്തിൽ മരിച്ചില്ലേ? ഇപ്പതാ രണ്ടാമത്തെ സംഭവം ഉണ്ടായി. അതിന് ശരത്തും ദേവികയും തമ്മിൽ എന്ത് ബന്ധം? ശരത്ത് ആ അപകടത്തിൽ മരിച്ചിരുന്നെങ്കിലോ എന്ത് സംഭവിച്ചേനെ? ഈ കല്യാണം ഉടനെ നടക്കുവോ? ഓരോ സൂചനകൾ തരുവാ ദൈവം. മനസ്സിലാക്കി പ്രവർത്തിച്ചാലേ തടി കഴിച്ചിലാക്കി എടുക്കാം. ചേച്ചിയമ്മ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ദേവിക ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല. സുധേട്ടൻ മരിച്ചു എന്നുള്ളത് നേരാ. എന്നുവെച്ച് അതുപോലൊരു ദുരന്തം സിദ്ധുവിന് വരാൻ പോകുന്നു അതിനർത്ഥമില്ല. എന്നെങ്ങനെ പറയാൻ പറ്റും മോളെ? പറയാൻ പറ്റും.